ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പ്രിയപ്പെട്ട വർഗീയച്ഛൻ അച്ഛൻ്റെ 50 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയാണ്. അതിനായിട്ട് മിനി ജോണിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇത് കർത്താവ് നൽകിയ സുദിനമാണ്. പേരക്കാട്ടിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൻ്റെയും കൃതജ്ഞതയുടെയും വേളയാണിത്. ഈ നിമിഷം ഞങ്ങളുടെ മൺമറഞ്ഞ വെല്ലിച്ചാച്ചനെയും അമ്മച്ചിയെയും പ്രത്യേകമായി ഇവിടെ അനുസ്മരിക്കുന്നു. സമർപ്പണ ജീവിതത്തിൻ്റെ പാതയിൽ തിരുസഭാ സേവനത്തിൻ്റെ പ്രഭ ചൊരിഞ്ഞ് ജൂബിലി ആഘോഷങ്ങളുടെ നിറവിലായിരിക്കുന്ന പ്രിയപ്പെട്ട വർഗീയച്ഛനൊപ്പം ദൈവത്തിന് നന്ദി പറയാനാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. സങ്കീർത്തനം 116:12. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. 1940 ജൂലൈ 16 പാലാരൂപതയിൽ മലയിഞ്ചിപ്പാറ ഇടവകയിലെ ആനക്കുഴിയിൽ എന്ന സ്ഥലത്ത് പേരക്കാട്ടുപതിയിൽ മത്തായിയുടെയും മറിയത്തിൻ്റെയും 8 മക്കളിൽ 6-മനാണ് വർഗീയച്ഛൻ്റെ ജനനം. മാമോദീസ വഴി വർഗി എന്ന നാമം സ്വീകരിക്കുകയും കുഞ്ഞ് എന്ന ഓമന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. കളരി മുതൽ 3-ാം ക്ലാസ് വരെ ആനക്കുഴിയിലും 3-ാം ക്ലാസ് മുതൽ 10 വരെ ചെമ്പേരിയിലും പഠിച്ചു. ഫൈനൽ എക്സാം എഴുതാനായി മൂത്തേടം ഹൈസ്കൂളിൽ 1 വർഷം പഠിക്കാനും ദൈവം കൃപ നൽകി. SSLC കഴിഞ്ഞ ഉടനെ ദൈവവിളി സ്വീകരിക്കുകയും ഈശോയോട് കൂടി ആയിരിക്കുവാനും ദൈവവചനം പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനുമായി ഈശോ സഭയിൽ പ്രവേശിച്ചു. പാലാ സെൻറ് തോമസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും പാറ്റ്നയിൽ നോവിഷ്യേറ്റിന് ശേഷം സെൻറ്റ് സേവിയേഴ്സ് കോളേജ് റാഞ്ചിൽ BScയും ചെയ്തു. ഫിലോസഫി പൂനെയിലെ ഡിനോമിലി കോളേജിലും തിയോളജി സെൻറ്റ് മേരീസ് കോളേജ് കേഴ്സിയോങ് ഡാർജിലിംഗ്, വിദ്യാജ്യോതി കോളേജ് ഡൽഹിയിലും പൂർത്തിയാക്കിയതിനു ശേഷം സ്റ്റാനിസ്ലാവോസ് കോളേജിൽ ടേഴ്സ്യർഷിപ്പും പൂർത്തിയാക്കി. 1974 മെയ് 4 തലശ്ശേരി അതിരൂപതയുടെ അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് പ്രേഷിത പ്രവർത്തനം ആരംഭിച്ചു. 1976 മുതൽ 79 വരെ പാറ്റ്ന പ്രോവിൻസിലെ പ്രൊവിൻഷ്യലിൻ്റെ സെക്രട്ടറിയായും അതിനുശേഷം 1980 മെയ് വരെ സേക്രഡ് ഹാർട്ട് കോളേജ് ചെമ്പകന്നൂർ റെക്ടറായും സേവനം ചെയ്തു. അക്കാലഘട്ടത്തിൽ ഈ കോളേജ് മദ്രാസ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് മാറ്റി ഇന്ന് ആ കോളേജ് സത്യനിലയം എന്നറിയപ്പെടുന്നു. ഫിലിപ്പൈൻസിലെ മാനില നഗരത്തിൽ EAPIയിൽ ഉപരിപഠനം നടത്തി തിരിച്ചു വന്ന് ഇന്ത്യൻ പ്രൊവിൻഷ്യലിൻ്റെ കീഴിലുള്ള നോർത്ത് വെസ്റ്റ് പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായി നിയമിതനായി. നോർത്ത് ഇന്ത്യയിലെ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഈശോ സഭയുടെ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതകൾ ഈ കാലത്ത് കണ്ടെത്തി. 1988 ജനുവരി മുതൽ 92 ജൂൺ വരെ ഡൽഹി റീജിയൻ്റെ റീജിയണൽ സുപ്പീരിയറായി സേവനം ചെയ്തു. 4 വർഷം കൊണ്ട് 8 സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലിരിക്കവേ ഈശോ സഭയുടെ പ്രൊവിൻഷ്യൽ ഓഫ് ഇന്ത്യയായി നിയമിതനായി. 1992 ജൂലൈ മുതൽ 98 മെയ് വരെ ആ സ്ഥാനം സുദീർഘമായി നിർവഹിച്ചു. 98 ജൂൺ മാസത്തിൽ നേപ്പാളിൽ ഉള്ള ധമക് എന്ന സ്ഥലത്ത് ഭൂട്ടാനിൽ നിന്നും വന്ന 1,30,000 അഭയാർത്ഥികൾ 7 ക്യാമ്പുകളിലായി താമസിക്കുന്നുണ്ടായിരുന്നു. അതിൽ 40,000-ഓളം വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രോഗ്രാമിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി നിയമിതനായി. 98 മുതൽ 2000 വരെ JRS അംഗമെന്ന നിലയിൽ
കാരിത്താസ് നേപ്പാളിൻ്റെ അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. ഈ കാലഘട്ടത്തിൽ ക്യാമ്പ് ജീവിത രീതിയും സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുന്നതിനും അതിന് വേണ്ടുന്ന സഹായം കണ്ടെത്തുന്നതിനും അവസരം ലഭിച്ചു. 2000 മുതൽ 2003 ഏപ്രിൽ വരെ രാജസ്ഥാനിലെ ബീവാഡി, ബേരോർ, സെൻറ്റ് സേവിയേഴ്സ് സ്കൂളുകളുടെ മാനേജറായും ജോലി ചെയ്തു. 2003 മെയ് മുതൽ 2009 ഒക്ടോബർ വരെ നേപ്പാളിലുള്ള ധമക്കിലെ BREPയുടെ ഫീൽഡ് ഡയറക്ടറായി സുദീർഘമായ സേവനമനുഷ്ഠിച്ചു. 2009 ഒക്ടോബർ മുതൽ 2010 നവംബർ വരെ ജയ്പൂർ സെൻറ്റ് സേവിയേഴ്സ് റെക്ടറായിരുന്നു. 2010 നവംബർ മുതൽ 2016 നവംബർ വരെ ഡൽഹി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യാലുമായിരുന്നു. ജെറമിയ 3:15 പറഞ്ഞിരിക്കുന്നത് പോലെ, എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. ഈ വചനത്തിൻ്റെ നിറഞ്ഞ അഭിഷേകത്തോടെ അച്ഛൻ ഓരോ ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിച്ചു. 2016 മുതൽ 20 വരെ ജയ്പൂരിലുള്ള സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ ആൻഡ് കോളേജിൻ്റെ സുപ്പീരിയറും മാനേജരും ഇടവക വികാരിയുമായി സേവനം ചെയ്തു. കൊറോണ അതിഭീകരമായ ആ കാലഘട്ടത്തിൽ 40-45 ഡിഗ്രി ചൂടുള്ള സമയത്തും 3-4 കൊറോണ രോഗികൾ ഓരോ ദിവസവും മരിക്കുമായിരുന്നു. ഇവരുടെ സെമിത്തേരി ആണെങ്കിൽ 40 കിലോമീറ്റർ ദൂരെയാണ്. മരിച്ച രോഗിയെയും കൊണ്ട് സെമിത്തേരിയിലെത്തി കുഴിയെടുത്ത് സംസ്കരിച്ച് കഴിയുമ്പോഴാണ് കുറേ ദൂരെ വേറൊരു സ്ഥലത്ത് മറ്റൊരാൾ മരിച്ചിട്ടുണ്ടെന്ന് അറിയുക. അവരെയും പോയി സംസ്കരിച്ചതിന് ശേഷം പാപ്പൻ തിരിച്ചു വരും. അങ്ങനെ 2-3 ശവസംസ്കാരങ്ങൾ കൊണ്ടാണ് പല ദിവസങ്ങളും അവസാനിച്ചിരുന്നത്. ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ഉണ്ടായിരുന്നിട്ടും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ദൈവം കൃപ നൽകി. പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ഉത്തമ ഉദാഹരണവും ലളിത ജീവിതത്തിൻ്റെ പ്രതീകവുമാണ് നമ്മുടെ വർക്കിയച്ഛൻ. ഇപ്പോൾ ഡൽഹി സെൻറ്റ് സേവിയേഴ്സ് ഷാബാസ് സ്കൂളിൽ ജൂബിലി നിറവിൽ അച്ഛൻ ആയിരിക്കുമ്പോൾ മലാക്കി പ്രവാചൻ്റെ 2-ാം അധ്യായം 7-ാം തിരുവചനം ഞാൻ ഓർമ്മിക്കുകയാണ്. പുരോഹിതൻ അതിരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. ഈ തിരുവചനം അക്ഷരാർത്ഥത്തിൽ അച്ഛനിൽ ജീവിക്കുകയാണ്. ഓരോ ദിവസവും ജ്ഞാനത്തിൽ വളർന്ന് തനിച്ചും ഗ്രൂപ്പുമായി ധ്യാനിക്കുവാനും കടന്നു വരുന്നവർക്ക് ധ്യാനം നൽകിയും അടുത്തുള്ള കോൺവെൻറ്റിലും പള്ളിയിലും കുമ്പസാരിപ്പിക്കുകയും വിശുദ്ധ കുർബാന അലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ തൻ്റെ ആത്മീയ ജീവിതം ഇന്നും സമ്പന്നമാക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തൻ എന്ന നിലയിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 5 പതിറ്റാണ്ട് വിധേയത്വത്തോടും വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടെ പൂർത്തിയാക്കുമ്പോൾ മേലധികാരികളുടെ പരിഗണനയും ശിഷ്യഗണങ്ങളുടെ പ്രോത്സാഹനവും സഹപ്രവർത്തകരുടെ പിന്തുണയും ദൈവം അച്ഛന് നൽകിയ പ്രത്യേക അനുഗ്രഹങ്ങളുമാണ് നാളിതുവരെയുള്ള നേട്ടത്തിന് കാരണമെന്ന് നമുക്ക് കാണാനാകും. സ്നേഹനിർഭരമായ സംതൃപ്തിയുടെ ഈ ധന്യ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിന്നും ഉയർത്തുന്ന സ്തോത്രഗീതം ഉള്ളു നിറഞ്ഞ നന്ദിയോടെ നമുക്ക് ആലപിക്കാം. വർക്കിയച്ഛൻ്റെ മേലും അച്ഛനിലൂടെ മറ്റുള്ളവരുടെ മേലും ദൈവം വാരിക്കൊരിഞ്ഞ കൃപയും വരങ്ങളും അതിരും അളവില്ലാത്തതുമാണെന്ന് തിരിച്ചറിഞ്ഞ് പരമപിതാവിന് നന്ദി അർപ്പിക്കാം. ഇത്തരം ഒരു വ്യക്തിത്വത്തിന് ജന്മം നൽകി വളർത്തി വഴികാട്ടിവരെയും സ്നേഹവും അംഗീകാരവും പകർന്ന് സഹായിച്ചവരെയും വേദനയിലും പ്രതിസന്ധികളിലും കൂടെയിരുന്ന് ആശ്വസിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചവരെയും ഇന്ന് നന്ദിയോടെ നമുക്ക് ഓർക്കാം. ബഹുമാനപ്പെട്ട വർക്കിയച്ഛൻ്റെ നിയോഗങ്ങൾക്കൊപ്പം നമ്മളെയും ഈ തിരു അൾത്താരിയിൽ സമർപ്പിച്ചുകൊണ്ട് ഏറെ ഭക്തിയോടും തീക്ഷ്ണതയും കൂടെ ഈ കൃതജ്ഞാബലിയിൽ നമുക്ക് പങ്കുചേരാം. വർക്കിയച്ഛന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. താങ്ക് യു.